ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച വളരെ അടിപൊളിയായിട്ടുള്ള ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആയാലും നന്നായിട്ട് ചേർന്ന് പോകും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ എന്തായാലും നല്ല കഴുകി വൃത്തിയാക്കിയ മീൻ ഇതൊരു ഏകദേശം 1/2 കിലോ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, തേങ്ങ ചെറിയത് 1 മുറി, അത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എന്നിവ യഥാക്രമം ഇട്ട് കൊടുത്ത് വഴറ്റുക. ശരിക്കും മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് മീൻചട്ടി തന്നെ വെക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്ക് ചട്ടി ഉണ്ടായിരുന്നതാണ്, പക്ഷെ അത് കേടുവന്നു പോയി. അപ്പോൾ ഇനിയിപ്പം ഞാൻ എന്തായാലും ശിവരാത്രി മണപ്പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുമല്ലോ നമുക്ക് ഈ ചട്ടിയും കലവും ഒക്കെ സംഭവങ്ങൾ. അപ്പോൾ പോയി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവാള ഒക്കെ ഞാൻ വഴറ്റുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തേങ്ങ ചുരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാല് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് തേങ്ങാപ്പാൽ എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ പിടിച്ചിട്ടില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് പറയാം. തേങ്ങ നമ്മൾ മിക്സിയിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് ആദ്യത്തെ പാലെടുക്കുമ്പോൾ അത് 1-ാം പാൽ അതെടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ വീണ്ടും അതിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ വെള്ളം ചേർത്തിട്ട് എടുത്ത് 2-ാം പാൽ എടുക്കും. അപ്പോൾ ആ 2-ാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുക. അപ്പോൾ അത് എൻ്റെ സവാളയും കാര്യങ്ങളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർത്തു. 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് നമ്മളിത് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലെയിമൊക്കെ ലോ ആക്കി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1-ാം പാൽ ലാസ്റ്റ് ചേർക്കുള്ളൂ. 2-ാം പാൽ, അതായത് ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം ചേർത്തിട്ട് അതിലാണ് നമ്മൾ മീൻ വേവിച്ചെടുക്കുക. ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുടംപുളിയാണ് ചേർത്തുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ 2-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ 2-ാം പാൽ അത് നന്നായിട്ട് തിളയൊക്കെ വന്ന് അതിലേക്ക് നമ്മൾ പുളിയും ഉപ്പും മീനൊക്കെ ചേർത്തിട്ട് അത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അപ്പം മീൻ തന്നെ നമുക്ക് പല രീതിയിൽ വയ്ക്കാം അല്ലേ. ഇതുമാതിരി പാൽ പിഴിഞ്ഞ് വയ്ക്കാം, തേങ്ങ അരച്ച് വയ്ക്കാം, മുളകിട്ട് വറ്റിക്കാം, പല പല വെറൈറ്റി ആയിട്ട്. എല്ലാത്തിനും ഓരോരോ ടേസ്റ്റുകളുമാണ്. എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്നതിലും കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ ഇതുപോലെ പാൽ പിഴിഞ്ഞ് വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുടംപുളി നന്നായിട്ട് നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. കുടംപുളി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളും അതിലേക്കിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അത് കഴിയുമ്പോഴാണ് നന്നായിട്ട് വെന്ത് കഴിയുമ്പം ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുകി കഴിയുമ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ പാലെടുക്കേണ്ടതിൻ്റെ അളവെന്നൊക്കെ പറയുന്നത് നമുക്ക് എത്രത്തോളം ചാറ് വേണം എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും കേട്ടോ. നമുക്ക് കുറവ് മതി എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പാലൊക്കെ നന്നായിട്ട് കട്ടിയിലെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകി വെന്ത് വരണം. അപ്പോൾ നമ്മളുടെ മീനൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു തിള വന്നാൽ മതി. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഉള്ളി അരിഞ്ഞ് വറുത്തിടുന്നുണ്ട്. അവിടെ ചീനിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി കരിവേപ്പിലയും മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ചില സമയങ്ങളിൽ ഞാൻ കടുകും ഉലുവയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. കടുക് ചേർത്തില്ലെങ്കിൽ ഉലുവ ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമാണ്. അപ്പോൾ ഞാനിന്ന് ചേർത്തിട്ടില്ല. ഇന്ന് ഞാൻ ചുവന്നുള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞതും കരിവേപ്പിലയും ചേർത്തിട്ട് വഴറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോഴും നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിയുമ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലും രുചിയും ഒക്കെ അതിലേക്ക് ഒന്ന് കഴിക്കണം. ശരിക്കും മീൻകറിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ ചാറൊക്കെ ഒന്നും കൂടിയും കുറുകും, ഒന്ന് സെറ്റായി വരും. അപ്പം ഇത്രേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നവരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.